Hello all, welcome back to my channel Mammo's Cooking Lab. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കടല തോരനാണ്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞൊരു സവോള, തേങ്ങ, പച്ചമുളക്, വറ്റൽമുളക്, കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പും എണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കടലയാണ്. ഞാൻ ഈ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം തന്നെ ഈ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം നമ്മളിത് എടുത്ത് കുക്കറിലിട്ട് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 4-5 വിസിൽ വരുന്ന വരയ്ക്കും വേവിച്ചെടുക്കണം. ഇനി നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് തേങ്ങ ഒരു കുഞ്ഞ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കടലത്തോരൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊടിച്ചെടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് മൊത്തം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം.